പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4th ചാപ്റ്ററായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ചാപ്റ്റർ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 4th ചാപ്റ്റർ മുതലാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സോ ദാറ്റ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 + 9 ഈസ് ഈക്വൽ ടു 0 ഹാസ് ഈക്വൽ റൂട്ട്സ്. അതായത് ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും മുഴുവൻ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളോട് ഇവിടെ ഈക്വൽ റൂട്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി 2 വരുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷനകത്ത് ഡിഗ്രി 2 ഇല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഡിഗ്രി 2 വരുന്ന രീതിയിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യം ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. പി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 + 9 ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? ഈ പി എക്സ് കൊണ്ട് നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പി എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? പി എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് ഇൻറ്റു 3 ദാറ്റ് ഈസ് 3px + 9 ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ ഡിഗ്രി 2 ആയി. ഇപ്പോൾ ഇതേത് ഫോമിലായി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചില സ്റ്റുഡൻസിന് കാണുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ ആ ഫോമിലായി. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽ റൂട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ റൂട്ട്സ് ഉണ്ട് കണ്ടീഷൻ എന്താണ്? ഡിസ്ക്രിമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 4 ഈക്വൽ റൂട്ട്സ് നമുക്ക് എന്തെഴുതാം? ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിൽ നിന്ന് ഇനി എയും ബിയും സിയും എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ. അതായത് ഇതാണ് എ. പി ഈസ് എ. പിന്നെന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ബി. അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വരും. ഇതാണ് ബി. ദിസ് ഈസ് സി. അപ്പോൾ എയും ബിയും സിയും നിങ്ങളൊന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി സ്ക്വയർ മൈനസ് 4ac സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ബി എന്താണ്? നെഗറ്റീവ് 3p. അപ്പോൾ നെഗറ്റീവ് 3p ദ ഹോൾ സ്ക്വയർ. ബി സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിന് ഹോൾ സ്ക്വയർ കൊടുക്കുന്നു. മൈനസ് 4 ഇൻറ്റു എ ഈസ് പി ഇൻറ്റു സി എന്താണ്? 9 ഈസ് ഈക്വൽ ടു 0. ഇനി ഇതെന്താവും? നെഗറ്റീവ് 3 സ്ക്വയർ ഈസ് 9. പിയുടെ സ്ക്വയർ പി സ്ക്വയർ. അപ്പോൾ 9p² മൈനസ് 4 ഇൻറ്റു 9 36p ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് 36. അപ്പോൾ 9 കോമൺ എടുക്കാം. രണ്ട് ടേമിലും പി ഉണ്ട്. അപ്പോൾ 9p നമുക്ക് കോമൺ എടുക്കാം. 9p² നിന്ന് 9p എടുത്താൽ ബാക്കി പി മൈനസ് 36pയിൽ നിന്ന് 9p എടുത്താൽ ബാക്കി 9 4s are 36 അല്ലേ? അപ്പോൾ 4 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ 9pയെ ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും? 0/9p എന്നാവും. ദാറ്റ് ഈസ് 0. 0/9p ഈസ് 0. അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? p മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് p നമുക്ക് എന്ത് കിട്ടും? p ഈസ് ഈക്വൽ ടു 4. അപ്പോൾ പി നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈക്വൽ റൂട്ട്സ് വരുന്നത് എപ്പോഴാണ്? പിക്ക്
4 വരുമ്പോഴാണ്. പിയുടെ വാല്യൂ 4 ആകുമ്പോഴാണ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.